ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ചുരിദാർ ലൈനിങ് വെച്ചൊരു ചുരിദാർ, കോട്ടൺ ചുരിദാർ എങ്ങനെ തയ്ക്കാൻ നോക്കാം. അതിൻ്റെ കട്ടിങ്ങും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പം നമ്മൾ ഓൾറെഡി ഞാൻ വെട്ടി വെച്ചിരിക്കുകയാണിത്. ഇത് പറഞ്ഞു തരാം എങ്ങനെ എന്തുവാ മെഷർമെൻറ്റ് എങ്ങനെയൊക്കെയാണ് രീതിയിൽ. കാരണം വീഡിയോ പിടിക്കുകയും വെട്ടുകയും എല്ലാം കൂടി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യമേ എല്ലാം വരച്ച് വെട്ടിയതിന് ശേഷം വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ തുണി നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള പോർഷൻ രണ്ടായിട്ട് മടക്കുന്നത്. ഓൾറെഡി ലൈനിങ് നമ്മൾ മറ്റേ ഒറിജിനൽ തുണിയേക്കാളിലും 6 ഇഞ്ചോളം കുറച്ചാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിനി മെഷർമെൻറ്റ്സ് ഇനി എങ്ങനെയൊക്കെ ആയിരുന്നു നോക്കാമേ. അത് ഷോൾഡറിൻ്റെ അളവെടുക്കണം. ഷോൾഡർ എന്ന് പറയുന്നത് 6 ഇഞ്ചോളമാണ് നമ്മൾ എടുക്കുന്നത്. 6 ഇഞ്ച് ഷോൾഡർ. നമുക്ക് എത്രയാണ് ഷോൾഡർ വേണ്ടിയെന്ന് വെച്ചാൽ അതുപോലെ തന്നെ എടുക്കാം. അതിനകത്ത് 6 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. 6 ഇഞ്ച് മതി വെക്കുക. അതിനുശേഷം ഷോൾഡർ 1/2 ഇഞ്ചോളം നമ്മൾ ചരിച്ച് വെട്ടുന്നുണ്ട്. കഴുത്തിന് നമ്മൾ കൊടുക്കുന്ന അകലമെന്ന് പറയുന്നത് 3 ഇഞ്ചായതുകൊണ്ട് ആ 3 ഇഞ്ചിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ അവിടം വരെയാണ് 1/2 ഇഞ്ചോളം നമ്മൾ ഷോൾഡർ ചരിച്ച് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഷോൾഡർ കഴുത്തൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ ഉരി പോകാതിരിക്കാനാണ് സൈഡിലോട്ടെ. അങ്ങനെ അവിടുന്ന് നമ്മൾ കഴുത്തിൻ്റെ അകലം എടുക്കുക എന്ന് പറയുന്നത് 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് 3 ഇഞ്ച് വേണം. അപ്പോൾ ഷോൾഡർ ചരിച്ച് വെട്ടി കഴിഞ്ഞതിന് ശേഷം കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച് 3 ഇഞ്ച് കഴുത്തിൻ്റെ അകലവുമാണ്. അപ്പം നമ്മൾ 6.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ സ്ക്വയർ വരയ്ക്കുകയാണ്. ജസ്റ്റ് ഒരു കർവായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പം ആ കോർണർ ഭാഗത്തുനിന്ന് നമ്മൾ 1 ഇഞ്ചോളം മേലോട്ട് മാർക്ക് ചെയ്തുകൊണ്ട് ചരിച്ച് നമ്മൾ വെട്ടുകയാണ്. ചരിച്ച് മാർക്ക് ചെയ്യുകയാണ്. ഇപ്പം ഇങ്ങനെ ഈ ഷേപ്പിലാണ് നമുക്ക് കഴുത്ത് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടുന്നത്. ഇത് ജസ്റ്റ് കട്ടിയുള്ള തുണി ആയതുകൊണ്ട് തന്നെ ക്യാൻവാസ് ഇല്ലാതാണ് നമ്മൾ നെക്ക് തയ്ക്കുന്നത്. നമ്മൾ കൈക്കുഴി എന്ന് പറഞ്ഞാൽ 6.5 ഇഞ്ച് എടുത്തു. മുടിയുടെ വണ്ണം എന്ന് പറഞ്ഞാൽ 11 ഇഞ്ച്. നമ്മൾ 14 ഇഞ്ച് ഇടവണ്ണത്തിന് വേണ്ടി മാർക്ക് ചെയ്തു. അവിടുന്ന് ഇടവണ്ണം നമുക്ക് വേണ്ടിയത് 10.5 ഇഞ്ചും അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പുമാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ മുകളിൽ നിന്ന് സ്ലിറ്റിൻ്റെ അവിടെ വരെ 20 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ആ 20 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്തെടുത്തു നമ്മളതിൻ്റെ വെടുത്തെടുക്കുക എന്ന് പറയുന്നത് 13 ഇഞ്ചോളം, അല്ലെങ്കിൽ നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ 12 ഇഞ്ചോ 12 ഇഞ്ചിൻ്റെ അവിടെ 12 ഇഞ്ചിന് ശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ ഇട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പം സ്ട്രെയിറ്റ് ആയിട്ട് താഴെ വരെ അങ്ങ് വരയ്ക്കുകയാണ്. സ്ലിറ്റ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൈഡ് ഓപ്പൺ ചുരിദാറാണ്. അപ്പോൾ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം അതിനോട് കൂടെ കൊടുത്തിരിക്കുന്ന ബെല്ലൈക്കനോടൊന്ന് എനേബിൾ ചെയ്തേക്കണം കേട്ടോ. എന്നാലും മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമ്മളങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ തയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ബോഡി പാർട്ട് വെട്ടിക്കഴിഞ്ഞു നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ് തുണി എടുക്കുകയാണ്. അതപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഈ ഷേപ്പിലാണ് കഴുത്ത് വെട്ടുന്നത്. അതിപ്പോൾ നമ്മൾ ശരിക്കും പ്രസ് ചെയ്തൊന്ന് വരയ്ക്കുകയാണ്. പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് തിരിച്ചു മടക്കുമ്പോൾ ആ പ്രസ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഭാഗം ഇങ്ങേപ്പുറത്ത് മടക്കുന്നുണ്ട്. ആ ചോക്ക് പാട് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ടാവും. ഇതിൽ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ചെയ്യുക കേട്ടോ. ഇങ്ങനെ വരച്ചു അങ്ങനെ പ്രസ് ചെയ്തിട്ട്
നമ്മൾ തിരിച്ചിട്ടിട്ട് ഉണ്ട് ജസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ മണ്ടയിൽ കൂടെ നമ്മൾ നല്ലതായിട്ട് കാണത്തക്ക രീതിയിൽ ചേർക്കുന്നു. ക്യാൻവാസ് ഇല്ലാതെ അപ്പം നമ്മൾ ഇതേ കൂടെ തന്നെയാണ് തയ്ക്കുന്നത്. അതിനൊക്കെ മുമ്പ് നമ്മൾ ലൈനിങ് തുണിയെ ഒന്ന് അടിവശം ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കണം. അകത്തേക്ക് ഒന്ന് മടക്കി 2 മടക്കി ഒരു പ്രഷർ പുട്ടിൻ്റെ വീതിയിൽ വേണം നമ്മൾ അടിഭാഗം അടിക്കാൻ. ലൈനിങ്ങിൻ്റെ അടിഭാഗം അടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുക്കുകയാണ്. അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ഇച്ചിരി കട്ടിയുള്ള തുണി ആയതുകൊണ്ട് തന്നെ ക്യാൻവാസ് വെച്ചാൽ ഭയങ്കര തിക്കായിട്ട് തോന്നും. അത് ഓൾറെഡി ലൈനിങ് കൂടെ ഇടുന്നതുകൊണ്ട്. സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ലൈനിങ് വരച്ച് വെച്ചില്ലേ, അത് അതിൻ്റെ മുകളിൽ അതും ഇതിൻ്റെ സെൻറ്ററും നല്ല ഒറിജിനൽ തുണിയുടെ സെൻറ്ററും ഒരേപോലെ വരത്തക്ക രീതിയിൽ ഒരേ ലെവലിൽ വരത്തക്ക രീതിയിൽ ചെയ്തതിന് ശേഷം നമ്മൾ തയ്ച്ച് തുടങ്ങുക. അപ്പോൾ കോർണർ ഭാഗമൊക്കെ വരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് സൂചി ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കുത്തി നിർത്തിയതിന് ശേഷം മാത്രമേ തിരിക്കാവൂ, അല്ലെങ്കിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യും. ഓരോ കോർണർ വരുമ്പോഴും കഴുത്തൊക്കെ തയ്ക്കുമ്പോൾ വളരെ സ്ലോയിൽ തയ്ക്കണേ. സ്പീഡിൽ തയ്ച്ചാൽ അത് ശരിയാകത്തില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകും. അങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം നമ്മളത് ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം വെട്ടിയെടുത്തിട്ട് 4 കോർണറും നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടുകയാണ്. തയ്ച്ചിരിക്കുന്നതേ കയറാതെ വേണം നമ്മൾ കട്ട് ചെയ്യാൻ. എന്നിട്ട് അത് തിരിച്ചിടുകയാണ്. തിരിച്ചിട്ടതിന് ശേഷം നമ്മളൊന്ന് പ്രസ് ചെയ്ത് തയ്ക്കും. ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് തുണി നമ്മൾ എടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. മാർക്ക് ചെയ്തിട്ട് 3 ഇഞ്ച് അകലത്തിൽ കഴുത്തിൻ്റെ ഭാഗം മാർക്ക് ചെയ്തു. അതിന് ശേഷം അതിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഇറക്കം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ അതും മാർക്ക് ചെയ്തു. എന്നിട്ട് ബാക്ക് സൈഡ് ആയതുകൊണ്ട് നമ്മൾ റൗണ്ട് ഷേപ്പിലാണ് കഴുത്ത് തയ്ച്ചെടുക്കുന്നത്. ഇവിടെ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് സെൻറ്റർ മടക്കുന്നു, പ്രസ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലൂടെ അതേ അളവിൽ തന്നെ കഴുത്തിൻ്റെ പാട് വരും. അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കാണത്തക്ക രീതിയിൽ ചോക്ക് കൊണ്ട് വരച്ചു കൊടുത്തിട്ട് ഒറിജിനൽ തുണിയുടെ സെൻറ്ററും ബാക്ക് പോർഷൻ ലൈനിങ് തുണിയുടെ സെൻറ്ററും ഒരേപോലെ നമ്മൾ വെച്ച് പിൻകുത്തിയതിന് ശേഷം നമ്മൾ ആ റൗണ്ട് ഷേപ്പ് വരച്ചില്ലേ, അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഫുള്ളായിട്ടൊന്ന് തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു 4 ഇഞ്ചോളം തയ്യൽ തുമ്പ് വിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയണം.
ഇനി നമ്മൾ അതിൻ്റെ തിരിച്ചിട്ടതിന് ശേഷം ജസ്റ്റ് നന്നായിട്ടൊന്ന് അയൺ ചെയ്തതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതാണ്. അതിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ വെച്ച് ബാക്ക് പോർഷൻ്റെ ഒറിജിനൽ തുണിയിലോട്ട് വെച്ചുകൊണ്ട് ശേഷം ആ ലൈനിങ് തുണി ബാക്ക് പാർട്ടിൻ്റെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങോട്ട് തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് നമ്മൾ തയ്ച്ചെടുത്തു. അല്ല, ഇങ്ങനെ വെച്ചിട്ട് ആ കഴുത്തിനോട് ചേർന്ന് തന്നെ വെക്കണേ. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് തയ്ക്കുന്ന 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം തയ്ക്കുമ്പോൾ. തയ്ച്ചതിന് ശേഷമുള്ള ഭാഗമാണിത്. അപ്പോൾ തയ്യൽത്തുമ്പൊന്നും വെളി കാണത്തേയില്ല. നമ്മൾ നല്ല പ്രോപ്പറായിട്ട് കഴുത്തെല്ലാം ഒരേ ഇതിൽ എഡ്ജൊക്കെ കണ്ടോ, ഇതിൻ്റെ എഡ്ജൊക്കെ ഉണ്ടോ, അങ്ങനെ ഇരിക്കും. നമ്മൾ തയ്ക്കുമ്പോൾ തന്നെ അന്നേരം തന്നെ അതിൻ്റെ നൂലുകളൊക്കെ കട്ട് ചെയ്ത് കളയാണ്, നമുക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് തയ്ക്കുകയാണ്. ഇനി കാണുന്നതെന്ന് പറഞ്ഞാൽ കൈ വെട്ടുന്നത്. കൈയുടെ ഡിസൈൻ ചെയ്യണം. കൈക്ക് ഓൾറെഡി ആ ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ നല്ല വീതിയൊന്നുമില്ല, ജസ്റ്റ് 6 ഇഞ്ച് കൈവണ്ണം മതി ഓപ്പൺ സൈഡിൽ. ബാക്കി എന്ന് പറയുന്നത് തയ്യൽത്തുമ്പാണ്. അപ്പോൾ അതിനനുസരിച്ച് കൈയുടെ ഭാഗം വെട്ടിയെടുത്ത് അതിനൊരു ഡിസൈൻ കൊടുക്കുകയാണ്. ജസ്റ്റ് പ്ലെയിനായിട്ട് കൊടുത്ത ഒരു ഭംഗി കാണത്തില്ല. അതുകൊണ്ട് ഇത് ചുരിദാറിൻ്റെ തന്നെ ഒരു ബാക്കി വന്ന തുണി തന്നെ വെട്ടിയെടുത്താണ്. അതിൻ്റെ സെൻറ്റർ നോക്കുമ്പോഴേ കൈയുടെ സെൻറ്റർ വെച്ചിട്ട് നമ്മൾ അകത്താണ് വെക്കുന്നത്. അകത്ത് വെച്ചിട്ട് പുറത്തോട്ട് തയ്ക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്യുക. ഓക്കെ. അങ്ങനെ കൈ നമ്മൾ എന്നിട്ട് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തെടുത്താണിത് ബോഡി പാർട്ടേൽ. എന്നിട്ട് കൈവണ്ണം എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പൺ സൈഡിലുള്ള കൈവണ്ണം മാർക്ക് ചെയ്ത് 6 ഇഞ്ചാണ്. ആം റൗണ്ട് എന്ന് പറയുന്നത് 8 ഇഞ്ചോളം വരും ഒരു സൈഡ്. അപ്പോൾ അതും ഒന്ന് അടയാളപ്പെടുത്തിയിട്ട്, കാരണം നമ്മൾ നേരത്തെ
വെട്ടിയെടുത്തില്ലായിരുന്നല്ലോ. എന്നിട്ട് അതുവഴി നമ്മൾ ബോഡി പാർട്ടുകളുടെ കൈയുടെ എപ്പോഴും തയ്യൽ തുമ്പ് കൈയുടെ ഭാഗത്തേക്ക് തന്നെ നമ്മൾ വെച്ചേക്കണം. അങ്ങനെയാണ് കറക്റ്റായിട്ട് തയ്ക്കുന്നത്. ഒരിക്കലും കൈ അറ്റാച്ച് ചെയ്ത് തയ്യൽ തുമ്പ് നമ്മുടെ ബോഡിയുടെ പാർട്ടിലോട്ട് വെക്കത്തില്ല. തയ്ച്ചതിന് ശേഷം സൈഡ് ജോയിൻ ചെയ്യണം. സൈഡ് നമ്മൾ വന്നിട്ട് അത് വരയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതുവഴി വന്ന് ആ സ്ലിറ്റിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് കെട്ടിട്ടു. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന തുണിയിലൊക്കെ കുറഞ്ഞത് 2 സ്റ്റിച്ചെങ്കിലും ഇട്ടേക്കണം. പ്രത്യേകിച്ച് ചുരിദാറൊക്കെ 2-3 സ്റ്റിച്ചൊക്കെ നമ്മൾ പല അളവിൽ ഇട്ട് കൊടുക്കുക. കാരണം അഥവാ ക്ലയൻറ്റിന് വണ്ണം വല്ലതും കൂടുകയാണെങ്കിൽ, വണ്ണം കുറയുകയാണെങ്കിൽ, വണ്ണം കൂടുകയാണെങ്കിൽ അഴിച്ചിട്ടിടാമല്ലോ. അപ്പം നമ്മൾ സ്ലിറ്റ് തയ്ക്കാനായിട്ട് 1 ഇഞ്ച് അകലത്തിൽ നമ്മൾ കോട്ടൺ തുണിയാണ് പ്രസ് ചെയ്താൽ മതി, കറക്റ്റായിട്ട് ഇരുന്നോളൂ. നമ്മൾ എന്നിട്ടത് മടക്കി സ്ലിറ്റൊക്കെ തയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും, വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളത് സ്ലിറ്റ് തയ്ക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഒത്തിരി താങ്ക്സ് കേട്ടോ. ഇനിയും വീഡിയോസൊക്കെ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.